ഹായ് ഫ്രണ്ട്സ്, ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ലേറ്റ് ആണ് ഡീകോഡിങ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ തിരക്കുകൾ കാരണം വിചാരിച്ച അത്രയും വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഹൈപ്പ് ഫാസ്റ്റ് റിയൽ എന്നൊക്കെ പറഞ്ഞ പോലെ എമ്പുരാൻ ട്രെയിലർ വന്നതിന് ശേഷം എന്താ പറയുക, ഭീകരമായിട്ട് നമ്മൾ ഇന്ത്യ മുഴുവൻ ചർച്ചയായതുകൊണ്ട് ഭയങ്കര ഗംഭീരമായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്ത് ആന്റിസിപ്പേറ്റ് ചെയ്ത പോലെ തന്നെയുള്ള ഒരു രീതിയിലാണ് എമ്പുരാന്റെ പ്രീ റിലീസ് കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമുള്ള റെക്കോർഡും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഗംഭീരമായിട്ട് എനിക്ക് ഉറപ്പാണ്. 27-ാം തീയതിക്ക് ശേഷവും കുറച്ചൊക്കെ നാളുകൾ നമ്മൾ സംസാര വിഷയം എമ്പുരാൻ തന്നെയായിരിക്കും. അപ്പം ട്രെയിലർ ഡീകോഡിംഗ് ആയിട്ടാണ് വന്നത്. ഇപ്പം നിങ്ങൾ പല ട്രെയിലർ ഡീകോഡിംഗ് കണ്ടിട്ടുണ്ടാവും. കുറച്ച് ലേറ്റ് ആണ് ഇതിൽ. പക്ഷെ എന്നാൽ പോലും മേ ബി നിങ്ങൾ കണ്ടു നോക്കാം. ഞാനൊരു 10-20 പ്രാവശ്യം ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മേ ബി സംതിങ് എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് കേൾക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്നു. പറ്റുകയാണെങ്കിൽ വീഡിയോ കാണാം. കാരണം നമ്മൾ ഈ ട്രെയിലർ ഇറങ്ങിയ ശേഷം ഒരുപാട് പുതിയ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ടോവിനോയുടെ നെഗറ്റീവ് ഷീറ്റിലേക്കാണ് ഇപ്പം ട്രെയിലർ ഇറങ്ങിയ ശേഷം എല്ലാവരും കാണുന്നത്. ടോവിനോയാണ് വില്ലൻ എന്ന് പറയുന്നു. ഈവൻ ചിലർ പറയുന്നത് ആ ഡ്രാഗൺ എംബ്ലം ഉള്ള ആൾ പോലും ടോവിനിയാന്നൊക്കെ പറയുന്നു. സോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് ട്രെയിലർ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ എടുത്ത് ഡീകോഡ് ചെയ്യുന്ന പോലെ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു കഥ പറയുന്ന പോലെ നമുക്ക് പറഞ്ഞു പോവാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. തുടക്കം തന്നെ നമ്മുടെ പി കെ രാംദാസ് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതാണ്. സോ അപ്പം പി കെ രാംദാസിനെ കാണിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ലൂസിഫറിന് മുമ്പുള്ള നമുക്ക് പ്രീക്വൽ എന്ന് വിളിക്കാം. ലൂസിഫറിന് ശേഷം വരുന്ന ഭാഗങ്ങൾ സീക്വൽ ആയിട്ട് നമുക്ക് പറയുമ്പോൾ അങ്ങനെ പറയാം. അപ്പം ഇത് നമുക്ക് കണ്ടാൽ തന്നെ പി കെ രാംദാസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു പ്രീക്വൽ ആണ്. അതായത് ലൂസിഫറിൽ നിന്ന് സിനിമ നടക്കുന്നതിന് മുമ്പ് നടന്ന കാര്യമാണ്. കാരണം ലൂസിഫർ സിനിമ തുടങ്ങുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ മരണമായിട്ടാണ്. പി കെ രാംദാസ് മരിച്ചായിട്ടാണ് തുടങ്ങുന്നത് തന്നെ. സോ ഇത് ഉറപ്പായിട്ടും അതിന് മുമ്പ് നടക്കുന്ന എന്താ പറയാ അവരുടെ ഒരു സമ്മേളനം പോലെയോ ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇനി വരുന്ന ഈ ട്രെയിലറിൽ ഇതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് സീനുകളുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ടൊവിനോനെ ഈ ട്രെയിലറിൽ ആദ്യമായിട്ട് കാണിക്കുന്ന എപ്പോഴാണ്, ഓൾറെഡി ടൊവിനോയുടെ അപ്പിയറൻസിൽ പോലും പൃഥ്വിരാജിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൽ ടൊവിനോന്റെ ആ ഒരു അപ്പിയറൻസിൽ പോലും ഒരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിന് കൂളിംഗ് ഗ്ലാസ് കൊണ്ട് ആ ഫേസിൽ ഓരോ എക്സ്പ്രഷൻ കൊണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് നമുക്ക് ഫീൽ ചെയ്യുക. അദ്ദേഹത്തിന് കാണുമ്പോൾ ബൈ അപ്പിയറുമുണ്ട്. നമുക്കറിയാം ലൂസിഫറിൽ ടൊവിനോ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് കഥ അവസാനിക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് 2024 നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നടക്കുന്ന സമ്മേളനമാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജിൽ അതുണ്ട്. 2024 എഴുതിയിട്ടുണ്ട്, സ്മൃതി ദിനം. അതായത് PKR ചരമവാർഷികമായിട്ട് നടത്തുന്ന എന്താ പറയാ ഒരു പരിപാടി. പരിപാടിയിൽ അദ്ദേഹം പറയുന്നതിൽ ഇത്രയേ ഉള്ളൂ, കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ശത്രുക്കൾ എന്നുള്ള രീതിയിൽ സംസാരം. സോ നമുക്കറിയാം, ഓൾറെഡി വർമ്മ സാർ നമുക്കറിയാം, വർമ്മ സാർ ലൂസിഫർ തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ആളാണ്. സോ അദ്ദേഹത്തിനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ ശേഷം കാണിച്ചാൽ നമ്മൾ ഗോവർദ്ധനെ കാണിക്കുന്ന സീനുണ്ട്. ഈ ഗോവർദ്ധൻ കാണിക്കുന്ന സീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അദ്ദേഹം യൂസ് ചെയ്യുന്ന ക്യാമറ, അതിന് ചുറ്റും നിൽക്കുന്ന റിപ്പോർട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ക്യാമറ, അത് ക്യാമറ ഒരിക്കലും എന്താ പറയുക ഇപ്പോഴുള്ള ക്യാമറ അല്ല, നമുക്ക് പഴയ കാലത്തെ ക്യാമറ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ PKR സംസാരിക്കുന്ന ഫസ്റ്റ് സീനിൽ ട്രെയിലറിന്റെ ആദ്യ ഭാഗത്ത് കാണിച്ച ആ വീഡിയോയും ഇപ്പം ഇന്ത്യയിൽ നിൽക്കുന്നതും ഒരു സീനിലാണെന്നാണ് എനിക്ക് കണ്ടത് മനസ്സിലായത്. അത് നേരത്തെ പറഞ്ഞ പോലെ അത് മുമ്പ് നടന്നത് പ്രീക്വൽ ആയിട്ട് നടന്ന ഒരു സീനാണ്. ആ സീനിലും മഴ പെയ്യുന്നുണ്ട്, സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നു, കുറെ പേര് നിൽക്കുന്നുണ്ട്. സോ ഇന്ദ്രിയത്ത് ആ കൂട്ടത്തിലുള്ള ഒരാളാവാൻ സാധ്യത. ഓക്കെ, ഇത് ഇനിയും ഈ സെയിം സീനിൽ വരുന്ന ഒരു പീക്ക് മൊമെന്റ് ഉണ്ട് ട്രെയിലറിന്റെ. അത് എത്തുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. അവിടെ നിന്ന് നേരെ പിന്നെ പോകുന്നത് ഒരു പുതിയ പാർട്ടിയല്ല, നമുക്കറിയാം ഏത് പാർട്ടിയാണ് ഇത് ഉദ്ദേശിച്ചത്. നമുക്കറിയാം AMS എന്ന് പറഞ്ഞിട്ട് ഏത് പാർട്ടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സിനാരിയോ, നമ്മൾ ലൂസിഫർ സിനിമയത്തെ പല കാര്യങ്ങളും ഇപ്പൊ നടന്നെന്ന് പറഞ്ഞ് ചർച്ചയാകാറുണ്ട്. അതേപോലെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, കാരണം നമുക്കറിയാം ആ പാർട്ടി നമ്മുടെ കേരളത്തില് വേരുകൾ ഊന്നി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ ആ പാർട്ടിയിലുള്ള AMS എന്ന് പറഞ്ഞ ഒരു കേരളത്തിലൊരു പ്രതിനിധി സംസാരിക്കുകയാണ് സ്റ്റേജിൽ നിന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. സുരാജാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം പിന്നെ നേരെ നോർത്ത് ഇന്ത്യയിലേക്ക്, കാരണം ഈ സിനിമയിൽ ഓൾറെഡി നോർത്ത് ഇന്ത്യയിൽ ഒരു ഭൂരിപക്ഷ ഭാഗം, ഈ സിനിമയുടെ ഒരു വലിയൊരു പാർട്ട് നോർത്ത് ഇന്ത്യയിൽ ഹിന്ദിയിൽ നടക്കുന്നുണ്ടെന്ന് പൃഥ്വിരാജ് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നതിന് കുഴപ്പമില്ല. BJP എന്ന പാർട്ടിനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സോ ആ പാർട്ടി എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ, സോ നോർത്ത് ഇന്ത്യ ബേസ് എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആ പാർട്ടി കേരളത്തിൽ കൂടുതലായിട്ട് വളർന്നു വരുന്നതിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ ഈ സീനിലൊക്കെ കറക്റ്റ് ആയിട്ട് ആ ഫ്ലാഗ് അവരെ കാണാം, ആൾക്കാരെ കാണാം. അതായത് നമ്മൾ മുന്നേ IUFന്റെ പാർട്ടിയിൽ നിന്ന ആളും അതിനേക്കാൾ കൂടുതലായിട്ട് ആൾക്കാർ ഈ ഒരു പാർട്ടിക്ക് നിൽക്കുന്നതും ഈ ഒരു പാർട്ടിന്റെ പരിപാടിക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ഇതില്ലേ ഈ സീനിൽ ഒരു റെഡ് കാർപ്പറ്റിൽ കൂടെ കുറച്ച് പേര് നടന്നു വരുന്നുണ്ട്. അപ്പം അതിൽ സെൻട്രലിൽ നിൽക്കുന്ന ആള്
എനിക്ക് തോന്നുന്നത് സസ്പെൻസ് ക്യാരക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേ ബി ഈ പാർട്ടിയുടെ ഇപ്പം നാട്ടിൽ ലോക്കൽ നേതാവായിട്ട് ഒരു സുരാജ് വെഞ്ഞാറമ്മൂടും മേ ബി ഒരു ഒരു അഖിലേന്ത്യൻ നേതാവ് എന്നൊക്കെ പറയുന്ന പോലെ മേ ബി ഒരു സർപ്രൈസ് ക്യാരക്ടർ ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അദ്ദേഹം ആയിരിക്കാം ഈ നടന്നു വരുന്നതിൽ ഒരാളെന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ടോവിനോനെ നേരത്തെ വില്ലനായിട്ട് എല്ലാവരും കാണുമെന്ന് പറഞ്ഞതിന്റെ റീസൺ ട്രെയിലറിൽ പറയുന്ന ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അങ്ങനെ ആൾക്കാർ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഡയലോഗാണ് ഇപ്പൊ മഞ്ജു വാര്യർ പറയുന്നത്. കാരണം രക്തബന്ധത്തിനെക്കാട്ടും വലുതാണ് മനുഷ്യത്വം അല്ലെങ്കിൽ മാനുഷിക മൂല്യം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് വരുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ വേർഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മളെ ടൊവിനോന്റെ വില്ലനായിട്ട് നമ്മൾ കാണാനുള്ള കാരണം. അതിലൊന്നാണ് ഇത്. പിന്നെ നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ആരാണെന്ന് നമുക്കറിയാത്ത നമ്മൾ ആ ഡ്രാഗൺ ഗായ്. എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഫഹദ് ഫാസിലാണോ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിൽ തെറ്റിദ്ധാരണ മാത്രമാണ്. പൃഥ്വിരാജ് എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് ഫഹദ് ഫാസിൽ ഇതിലില്ല എന്നുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഇത് ബാക്ക് സൈഡിൽ നിന്ന് കാണുമ്പോൾ ഫഹദായിട്ട് ചെറുങ്ങനെ തോന്നിയിരുന്നെങ്കിലും ഇപ്പൊ ഇത് ഫഹദായിട്ടല്ല തോന്നുന്നത്. കാരണം ആ സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു ഇന്റീരിയർ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും അതൊരു ചൈന കൊറിയ സെറ്റപ്പിലുള്ള ഒരു ഇന്റീരിയർ ആണ്. നമ്മുടെ നാട്ടിലോ അല്ല അദ്ദേഹത്തില്. സോ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇന്റർനാഷണൽ ആക്ടറാണ്. റിക് യൂൺ ആവാനാണ് മാക്സിമം വളരെയധികം ചാൻസ് കൊടുക്കുന്നത്. എന്തായാലും ടോണി അല്ല. പിന്നെ നമ്മൾ കണ്ട പോസ്റ്ററിൽ വൈറ്റ് ഷർട്ട് ആണെങ്കിൽ ഇത് ബ്ലാക്ക് ഷർട്ട് ആണ്. സോ ആ വൈറ്റ് ഷർട്ടിന്റെ ആൾ തന്നെയാണ് ഇതെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു താഴെ നിൽക്കുന്ന ഒരു ആളുമാവാം, എന്തുമാവാം. പക്ഷെ ഇതെന്തായാലും ഒരു റിക്യൂൺ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു ഇന്റർനാഷണൽ ആക്ടറാണ്. സോ അത് ഇതെന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലാവും? അദ്ദേഹത്തിന് ബാക്ക് സൈഡിൽ നിന്നാണെങ്കിൽ പോലും നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സർപ്രൈസ് ക്യാരക്ടർ ഇതാണ് എന്തായാലും. ഇതിനൊന്നും മുമ്പ് ഞാൻ പറഞ്ഞ എന്റെ പോസിബിലിറ്റി ഇതാണ്. നമ്മൾ ഗസ് ചെയ്യാണ് നമ്മൾ ട്രെയിലറും കാര്യങ്ങളും നമുക്ക് ഇത്ര കാലം അറിയാവുന്നതൊക്കെ വെച്ച്. ഇവിടെയാണ് നമ്മളെ ട്രെയിലറിൽ തന്നെ പീക്കിലേക്ക് പോയത്. ട്രെയിലറിൽ ഏറ്റവും പീക്ക് മൊമെന്റ് ഹൈ മൊമെന്റ് ഒക്കെ ഈ സീനാണ്. ഈ സീനിൽ ആ ഇൻട്രോയില് ഞാൻ നേരത്തെ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞ രണ്ട് സീൻ പി കെ ആർ സംസാരിക്കുന്നതും ഇന്ദ്രിയത്ത് നിൽക്കുന്നതും ആ സീനില്ലേ സെയിം സീൻ എന്നാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെയിം സീനാണ്. പി കെ ആർ സംസാരിക്കുന്ന വേദിയും ഇന്ദ്രിയത്ത് നിൽക്കുന്നതും ഇപ്പൊ ഈ ലാലേട്ടന്റെ എൻട്രിയും. കാരണം ഇത് വളരെ വ്യക്തമാണ്. കാരണം ആ കൂടെ പിടിച്ചു കൊടുക്കുന്ന ആള് നമ്മൾ ഷാജോൺ. ഷാജോൺ ലൂസിഫറിൽ കൊല്ലപ്പെട്ട ആളാണ്. സോ ഇത് പ്രീക്വലാണ്. ലൂസിഫറിന് മുമ്പ് നടക്കുന്ന കഥയാണ്. ഇതെല്ലാം ഒരു സീനാണ് എന്നാണ്. മാത്രമല്ല നിങ്ങൾ ലാലേട്ടന്റെ ഈ ലുക്ക് കണ്ടിട്ട് മനസ്സിലാവും. ലാലേട്ടന്റെ ഈ ഇൻട്രോയിൽ ലുക്ക് ഭയങ്കര യങ് ആണ്. ഇൻ ദ സെൻസ് ലൂസിഫറിൽ കണ്ട സ്റ്റീഫന്റെ ആ പ്രായമൊന്നും വരില്ല, യങ് ആയിട്ടുള്ളതാണ്. സോ ഇത് ഉറപ്പായിട്ടും ലൂസിഫറിന് മുമ്പ് നടക്കുന്ന കഥ. മേ ബി അദ്ദേഹത്തിന് ഇൻട്രഡക്ഷനോ കാര്യങ്ങളൊക്കെ ആവാം. പിന്നെ നമ്മള് എബ്രാം ഖുറേഷിനെ നമുക്ക് ഓൾറെഡി അറിയാം. എക്സ്പോർട്ട് ആയതുകൊണ്ട് തന്നെ എബ്രാം ഖുറേഷിന്റെ ഗംഭീരമായ സീനുകളും ഷോട്ടുകളൊക്കെ കാണിക്കുന്നു. അപ്പൊ ആ ഏരിയയാണ് നമുക്ക് മനസ്സിലാവാനുള്ളത് എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് ഇന്റർനാഷണൽ നടക്കുന്ന കഥകളൊക്കെ. നമ്മുടെ ജെറോം ഫ്ലിന്ന് ഭയങ്കര സന്തോഷം. ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ മലയാള സിനിമയിൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി. മാത്രമല്ല ഇതിലൊരു വേറൊരു ഡയലോഗും കൂടിയാണ്. ടോവിനോനെ നമ്മൾ വില്ലനായിട്ട് കാണാൻ നമ്മൾ പലരും ഈ ട്രെയിലർ കണ്ടപ്പോൾ ടോവിനെ വില്ലനാക്കുള്ള ഒരു ഡയലോഗ് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗാണ്. ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ പിന്നെ നമ്മൾ ചെകുത്താനല്ലേ പോയി രക്ഷിക്കണം എന്നുള്ള ലെവൽ. അപ്പം ഇതൊക്കെയാണ് ടോവിനോനെ. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മേ ബി ഇതൊരു വേറെ പൃഥ്വിരാജിന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നതാണോ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഡ്രാഗനും ടോവിനോയും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇനി അഥവാ ഇദ്ദേഹം വില്ലൻ ഷെയ്ഡുള്ള ഗ്രേ ഷെയ്ഡ് ക്യാരക്ടർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്യാങ് ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധം കൊണ്ടാവാം. എന്തായാലും ആ ഡ്രാഗൻ തിരിഞ്ഞിരിക്കുന്ന ആൾ ഒരിക്കലും ടോവിനോ അല്ല. ടോവിനോ ഒരു വില്ലൻ ആണോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൃഥ്വിരാജ് മേ ബി ജസ്റ്റ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കലായിരിക്കാം ഈ ട്രെയിലർ കൂടെ. പിന്നെ സായിദ് മസ്താൻ എൻട്രി ഈ സിനിമയില് ഭയങ്കരമായിട്ട് സ്ക്രീൻ സ്പേസ് ഉള്ള, അതായത് നമ്മൾ ലൂസിഫറിൽ ജസ്റ്റ് ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡയലോഗുകളൊക്കെ വളരെ കുറച്ച് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു സായിദ് മസൂദ്. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ സായിദ് മസൂദിന്റെ ഫാമിലി, സായിദ് മസൂദിന്റെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ലാലേട്ടന്റെ കൂടെ തന്നെയുള്ള ഒരുപാട് ഷോട്ടുകൾ തിയേറ്ററിലൊക്കെ കയ്യടി ഇങ്ങനെ തിയേറ്ററിൽ പൂരപ്പുറം പാക്കാൻ പോകുന്ന ഒരുപാട് ഷോട്ടുകൾ ഈ ട്രെയിലർ തന്നെ ഉണ്ട്. അവർ രണ്ടുപേരും നിന്നിട്ടുള്ള ഈ സിനിമയിൽ ഏറ്റവും പീക്ക് മൊമെന്റ് ആവാൻ പോകുന്ന സീനാണ് ഈ സീന്. കാരണം ഞാൻ ഗസ് ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ലാലേട്ടൻ നേരത്തെ ഇൻട്രോയിൽ കാണിച്ച ലാലേട്ടൻ ലൂസിഫറിന് മുമ്പുള്ള കഥയാണ്. അപ്പം ഇപ്പത്തെ ഈ കാലഘട്ടത്തിൽ 2024-25 മേ ബി നമ്മൾ സ്റ്റീഫൻ നെടുമ്പള്ളിനെ ആകെ കാണാൻ പോകുന്നത് ഈ ഒരു സീനിലായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നതാണ്. സോ എനിക്ക് അങ്ങനെയാണ് ആ ഒരു കാത്തിരിപ്പിൽ, അതായത് കേരളത്തിൽ ഇദ്ദേഹം വന്നാൽ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ട് വന്ന് അല്ലെങ്കിൽ എബ്രാം ഖുറേഷി കേരളത്തിൽ വന്നാലേ സോൾവ് ആവുമെന്നുണ്ടാവുന്ന, എന്നാൽ മാത്രം സോൾവ് ആകുന്ന പ്രശ്നങ്ങൾ അങ്ങേ തലക്കിലെത്തുമ്പോൾ അപ്പം ഉണ്ടാവുന്ന ഒരു എൻട്രി ആയിട്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. പ്രിയദർശിനി രാംദാസും ഒക്കെ ഭയങ്കരമായിട്ട് ഒരാളെ ഹെൽപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ, കാരണം
ടീസറിൽ കണ്ടാണ് ഈ സെയിം സീനിൽ പ്രിയദർശിനി രാമദാസ് വന്ന് നിൽക്കുന്നത്. മനസ്സിൽ പല ഷോട്ടുകളായിട്ട് എനിക്ക് കിടക്കുന്നുണ്ട് ആര്, കാരണം സെയിം ടൈമിൽ സെയിം സീനിലാണ് മഞ്ജു വാര്യർ വന്ന് നിൽക്കുന്നത് കാണാം. പിന്നെയാണ് ലാലേട്ടൻ്റെ മേ ബി എൻട്രി ഇതൊക്കെ. അപ്പം വൺ ഓഫ് ദ ബെസ്റ്റ് ഈ സിനിമയിൽ നമ്മൾ ആർത്ത് വിളിക്കാൻ പോകുന്ന സീൻ ഇതായിരിക്കും. മേ ബി ഈ ഒരൊറ്റ സീനായിരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റീഫൻ നെടുമ്പിൽ കാണാൻ പോകുന്നത്. ഇവിടെ തന്നെ ട്രെയിലർ വേറൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്ത് പറഞ്ഞോ. ദീപക് ദേവിനെ ഗംഭീരമാണ്, എത്ര പ്രശംസിച്ചാൽ മതിയാവില്ല ദീപക് ദേവിന്റെ വർക്ക്, ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും അഭിമാനമാണ്, എനിക്ക് ഈ സിനിമയിൽ അഭിമാനമായിട്ട് തോന്നുന്നു. നമ്മൾ മലയാള സിനിമയിൽ ഇത്ര വലിയൊരു നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് പൃഥ്വിരാജ് ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തില്ല വെച്ചിട്ട്. പിന്നെ ഞാനൊരു സർപ്രൈസിങ് ക്യാരക്ടറെ പ്രതീക്ഷിക്കുന്നത് ഇതിലാണ്. ഈ ഒരു ഗ്യാങ്ങിലുള്ള സെൻട്രൽ നിൽക്കുന്ന ആള് അതൊരു സർപ്രൈസിങ് ക്യാരക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ടീസറിലും ബാക്ക് ഷോട്ടിൽ കാണിച്ചിട്ടുണ്ട് ഈ സെയിം ഗ്യാങ്ങിൽ തന്നെ. ഇതൊരു ബോളിവുഡ് ആക്ടറാണ്. ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നില്ല, മേ ബി സെൻട്രൽ നിൽക്കുന്ന ആള് ഋതിക് റോഷനെ പോലത്തെ ആക്ടറായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ അറിയില്ല ഹോളിവുഡ് ആക്ടറാണോ. ഒരു സർപ്രൈസിങ് ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്യുക. കാരണം വേറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് ഗ്യാങ് ആണ് ഈ സിനിമയിൽ തോന്നുന്നത്. സ്റ്റീഫന്റെ ഗ്യാങ് ആയിട്ട് അല്ല കാണുന്നത്, മനസ്സിലാവുന്നത്. സോ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയ മേ ബി നമ്മൾ സർപ്രൈസിങ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ആക്ടർ ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ ഈ ഷോട്ടിൽ എനിക്ക് തോന്നുന്ന സംശയം, ലാലേട്ടനും പൃഥ്വിരാജും കാണിച്ച ആ ഷോട്ട് എന്നാണ് ടൈറ്റിൽ എംപുരാൻ, അതായത് L2 എംപുരാൻ എന്ന് എഴുതി കാണിച്ച് വരുന്നത്. അതിന്റെ ടൈറ്റിൽ അങ്ങനെ വരുന്നത്. സോ നമുക്കറിയാം L1 ലൂസിഫർ, L2 എംപുരാൻ, ഇനി L3 നെക്സ്റ്റ് ഫ്രാഞ്ചൈസി നമുക്കറിയാം L3 ഉണ്ട്. അപ്പം ഈ രണ്ടു പേര് നിൽക്കും L2 എന്ന് കാണിച്ചത് കൊണ്ട് ഞാൻ ആലോചിക്കുകയാണ്, L3 ആകുമ്പം ഒരു 3 മെയിൻ ക്യാരക്ടേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ടോ? എന്റെ വൈൽഡ് ഗസ് ആയിരിക്കാം, പക്ഷെ ഈ ഒരു ടൈറ്റിൽ ഇങ്ങനെ രണ്ടാളെടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് L2 രണ്ടാള്. അത് എനിക്ക് തോന്നുന്നു അവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഒക്കെ ഉള്ളത് ഈ സിനിമയിൽ ഇവർ രണ്ടുപേർക്കാണ്. സോ L2 L3 ആകുമ്പോൾ മേ ബി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറും കൂടി പുതുതായിട്ട് വരുമോ ഈ സിനിമയിൽ. L3 3 പേരുണ്ടാവും, നമുക്കറിയില്ല. ജസ്റ്റ് ഒരു ഗസ് നിങ്ങളോട് പറഞ്ഞതാണ്. ട്രെയിലർ എത്ര കണ്ടാലും ട്രെയിലർ മതിയാവുന്നില്ല, എത്ര കണ്ടാലും മതിയാവുന്നില്ല എന്നാണ്. അതിൽ ഓരോ പ്രാവശ്യം കാണുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. നമ്മളിപ്പോൾ ചില സിനിമകൾ സസ്പെൻസ് ഉണ്ടാവും, നമുക്ക് ട്രെയിലറിൽ അധികം കാണിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. പക്ഷെ ഈ സിനിമയിൽ സസ്പെൻസ് ഉള്ളതൊക്കെ സസ്പെൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സിനിമേന്റെ കഥയും കാര്യങ്ങളൊക്കെ നമുക്ക് അതൊന്നും ഈ സിനിമയെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. കാരണം എത്ര മനസ്സിലാക്കിയാലും നല്ലൊരു വേറൊരു സീൻ ആ സിനിമയിൽ ഉണ്ട് എന്ന് പൃഥ്വിരാജ് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഏറ്റവും എക്സൈറ്റ്മെന്റ്, നമുക്ക് ഗൂസ് ബംസ് തരാൻ പോകുന്ന ഇതിൽ സീനുകളുണ്ട് കുറെ. പൃഥ്വിരാജ് ലാലേട്ടനൊക്കെ കൂടെ വരുന്ന ഒരു സ്ക്രീനിലൊക്കെ അവർ ഒരുമിച്ച് കാണുന്ന സീന്, അതൊക്കെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം അവര് തിയേറ്ററിൽ അപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഇവിടെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് 4:30, അതായത് പുലർച്ചെ 4:30. നാട്ടിൽ കറക്റ്റ് ഫസ്റ്റ് ഷോ 6 മണിക്ക് വരുമ്പോൾ ഇവിടെ 4:30 ഷോ ഉണ്ട് തിയേറ്ററിൽ. ആ ഷോ പോകാനാണ് എന്റെ പ്ലാൻ സത്യം പറഞ്ഞാല്. എന്തായാലും ഇതൊക്കെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ആദ്യമായിട്ട് മലയാളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരുപാട് സംഭവിക്കട്ടെ. ഇങ്ങനത്തെ മലയാള സിനിമേനെ വേറൊരു ലെവലിലേക്ക് എടുത്തു വെക്കാൻ ഇതിന് പറ്റട്ടെ. കാരണം അത്ര വലിയ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ പോലും നമ്മളെ സലാറായിട്ടോ KGF ആയിട്ടോ ബാഹുബലിയായിട്ടൊന്നും കമ്പയർ ചെയ്ത് വരുന്നില്ല. കാരണം ഇതിന്റെ ക്വാളിറ്റിയും പ്രൊഡക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് ആ ലെവലിൽ അതിനെക്കാട്ടി മുകളിലാണ് ചെയ്ത് വെച്ചത്. വെറും ട്രെയിലറാണ് അങ്ങനെ. അപ്പൊ സിനിമ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം. സോ സിനിമ എന്തായാലും ഇപ്പോഴും ഇത്ര കാലം പറയുന്നതാണ്, മലയാളത്തിലെ ഫസ്റ്റ് 500 crore എന്തായാലും എമ്പുരാനായിരിക്കും. നമ്മൾക്ക് ആഘോഷിക്കാം. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ സ്വന്തം ലാലേട്ടന്റെ സിനിമ വരുന്നത്. ആർക്കും ഒരു അക്ഷരം ഉണ്ടാകാനില്ല, എല്ലാവരും ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കാതെ അവരിനും വെയിറ്റ് ചെയ്യാണ്. 27-ാം തീയതി പടം എന്തെങ്കിലും ഫ്ലോപ്പോ കാര്യങ്ങളാണെങ്കിൽ അപ്പം. പക്ഷെ ഈ പ്രാവശ്യം അവർക്ക് ചാൻസ് ഇല്ല എന്തായാലും. തിയേറ്റേഴ്സിന് ഈ പ്രാവശ്യം എന്തായാലും അതിനൊരു ചാൻസ് ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. ആർക്കും ഒരു തരത്തിലും ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത ആ ഹൈറ്റിലാണ് ലാലേട്ടന്റെ ആക്ടിങ് ആണെങ്കിലും ആ ഒരു ബ്രാൻഡാണ് ബ്രാൻഡ് മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞാല്. ഈ ഒരു കോമ്പിനേഷൻ വെരി റെയർ ആണ്. ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ട്. അതായത് ഏറ്റവും നല്ല നടനും ഏറ്റവും നല്ല സ്റ്റാറും ഒരാളാവുന്ന ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ അങ്ങനത്തെ ഉള്ള ഒരാളെ ഡൗൺഫാൾ എല്ലാവർക്കും ഉണ്ടാവും. പലർക്കും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടന് ഇഷ്ടംപോലെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും തിരിച്ചു വരവ് എങ്ങനെ ഒരു 10 അടി മുകളിലായിരിക്കും. ഇതൊരു 100 അടി മുകളിലായിട്ടാണ് വരാൻ പോകുന്നത്. 5 ദിവസം കൊണ്ടുണ്ട് നമ്മുടെ സിനിമ കാണാൻ. സോ അടുത്ത അപ്ഡേഷൻ ആയിട്ട് വരാം. അടുത്തൊരു വീണ്ടും കാണാം. ബൈ.